ഹലോ ഫ്രണ്ട്സ്, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിലൊക്കെ ഇതുപോലെ ഹോൾസൊക്കെ വീഴാറില്ലേ? അത് മാത്രമല്ല, അയൺ ചെയ്യുമ്പോഴൊക്കെ ഹോൾ വീഴാറുണ്ട്, ചിലപ്പോൾ ഉരുകി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഹോൾസൊക്കെ കവർ ചെയ്യാനായിട്ട് ഒരു എംബ്രോയ്ഡറി ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ക്ലോത്താണ്, ഹോൾ വീണിട്ടുണ്ട്. അപ്പം അതിലേക്ക് എംബ്രോയ്ഡറി ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് തന്നെ സെയിം എടുത്തിട്ടുണ്ട്. നമുക്കിതിന് വേണ്ടി നോർമൽ ത്രെഡും യൂസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ആകാം അയൺ ചെയ്യുമ്പോഴൊക്കെ ഉരുകി പോകുന്നതും എവിടെയൊരു ഉടക്കിയൊക്കെ കീറി പോകുന്നതും. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഹോൾസ് ഫില്ലാക്കാം. നമ്മുടെ ക്ലോത്തിന് ചേരുന്ന ത്രെഡ് തന്നെ എടുക്കാൻ നോക്കണം. ഇപ്പോൾ സാരിയുടെ ബ്ലൗസൊക്കെ ആണെങ്കിൽ ബ്ലൗസ് ചേരുന്ന കളർ തന്നെ എടുക്കാൻ നോക്കണം. ഇപ്പോൾ ഗോൾഡ് പട്ടൊക്കെ ഉള്ള സാരീസിൻ്റെയൊക്കെ ആണെങ്കിൽ ബ്ലൗസിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഗോൾഡ് ത്രെഡ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ അതൊരു ഡിസൈനായിട്ട് കാണുള്ളൂ. നമ്മളത് ഹോൾ ഉണ്ടായിരുന്നു എന്നും അറിയത്തില്ല. ഈ സ്റ്റിച്ച് നമ്മുടെ കീറിപ്പോയ ഡ്രസ്സിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ കളറൊന്ന് മങ്ങിയതോ എവിടെയെങ്കിലും കളറായിട്ടുള്ളതൊക്കെ കറയായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എംബ്രോയ്ഡറി ത്രെഡ് ആയതുകൊണ്ടാണ് ഇത്രയും തിക്നെസ് തോന്നിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോർമൽ നൂലിലായാലും എംബ്രോയ്ഡറി ത്രെഡിലായാലും കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു നൂല് അല്ലെങ്കിൽ രണ്ട് നൂലൊക്കെ ഇട്ട് തയ്ക്കുകയാണെങ്കിൽ ഇത്രയും തിക്നെസ് തോന്നിക്കില്ല, കുറച്ചുകൂടെ നല്ല ഫിനിഷായിട്ട് ഇരിക്കും. നമ്മുടെ പുതിയ ഡ്രസ്സൊക്കെ എന്തായാലും ഇതുപോലെയൊക്കെ കീറിപ്പോയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ആയിരിക്കും, ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ട് ചിലപ്പോൾ എവിടെയെങ്കിലും ഉടക്കി കീറിപ്പോയിട്ട് ഇടാൻ പറ്റാതെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഡ്രസ്സിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്